സർവശക്തനായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുമുള്ള യാത്രയിൽ ദൈവത്തിന് യോഗ്യരാകത്തക്ക വിധം പരിശുദ്ധരായിരിക്കണമെന്ന് കർത്താവായ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇന്നും ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നതിന് വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സ്വന്തം തെറ്റിനെ മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോട് ജീവിക്കുവാൻ നാം പരിശ്രമിക്കണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. ദൈവസന്നിധിയിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലെ എത്രമാത്രം അറിവ് നമ്മൾ നേടിയാലും ആ അറിവ് പ്രകടമാക്കിയാലും യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തെ അറിയാതെയും വിശുദ്ധിയോടെയുള്ള ജീവിതം നയിക്കാതെയും ഇരുന്നാൽ ദൈവസന്നിധിയിൽ നിന്നും നാം പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പരിശുദ്ധനായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. അവിടത്തോട് പറയാം: കർത്താവേ, അങ്ങയുടെ വിശുദ്ധിയാൽ എന്നെ നടത്തണമേ. അശുദ്ധനായ എന്നെ അവിടുത്തെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമേ. ഓ എൻ്റെ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ ഭയങ്കരനെ, അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റും നാഥാശ്ചര്യമേ. ഓ യേശുവേ, വിശുദ്ധിയിൽ ഭയങ്കരനെ, അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റും നാഥാശ്ചര്യമേ. യേശുവേ, ആരാധന. കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നാം ചോദിക്കുന്നതിലും നാം കരുതുന്നതിലും ഉപരി അവിടുന്ന് നമുക്ക് ചെയ്തു തരും. അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് നമ്മെ നയിക്കും. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ അവിടുത്തോട് നമുക്ക് സംസാരിക്കാം. അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് പറയാം: കർത്താവേ, അങ്ങ് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇടപെടണമേ. തന്ന ശക്തിയാൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തുന്നോനെ. ഓ എൻ്റെ യേശുവേ, നമ്മിൽ തന്ന ശക്തിയാൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം
പരമായി നടത്തുന്നോനെ. കരുണയും സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഓ എൻ്റെ യേശുവേ, കരുണയും സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനാ മാറ്റുന്നതാശ്ചര്യമേ. വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനാ മാറ്റുന്നതാശ്ചര്യമേ. കരുണയും സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. കരുണയും സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, യേശുവേ ആരാധന. കർത്താവേ, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. യേശുവേ, അങ്ങേക്ക് ആരാധന. ഇന്ന് കർത്താവായ യേശുവിൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് ലഭിക്കുവാനും അതുവഴി നാം അനുഗ്രഹിക്കപ്പെടാനും ഇടയാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.